നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിപണിയിൽ നമ്മൾ കണ്ടത് വളരെ വലിയൊരു തകർച്ചയാണ്. സെൻസെക്സിലെയും നിഫ്റ്റിയിലെയും വലിയ വീഴ്ച, ഐ.ടി. സെക്ടറിനെ പിടിച്ചുലച്ച പുത്തൻ AI സാങ്കേതികവിദ്യയുടെ ഭീഷണി, എയർടെല്ലിന്റെ പുതിയ ഫിനാൻഷ്യൽ പ്ലാനുകൾ, ഒപ്പം IDFC ഫസ്റ്റ് ബാങ്ക് നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഈ വാർത്തകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റ് തകർച്ചയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. വിപണിയിൽ ഇന്ന് വലിയൊരു സെല്ലിംഗ് പ്രഷറാണ് നമ്മൾ കണ്ടത്. സെൻസെക്സ് 1000-ലധികം പോയിന്റുകൾ ഇടിഞ്ഞ് വലിയൊരു തകർച്ച രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി 50 പ്രധാന സപ്പോർട്ട് ലെവലുകളെല്ലാം തകർത്ത് 25,450-ന് താഴെയാണ് ക്ലോസ് ചെയ്തത്. ഇതൊരു ചെറിയ പിരുത്തൽ മാത്രമല്ല, മറിച്ചൊരു ബ്രോഡ് ബേസ്ഡ് സെൽ ഓഫ് ആയിരുന്നു. ലാർജ് ക്യാപ്പ് മുതൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് വരെ എല്ലാ സെക്ടറുകളിലും ഇന്ന് വലിയ വിൽപ്പന നടന്നിട്ടുണ്ട്. ഉയർന്ന വാല്യുവേഷനുകളിലുള്ള ആശങ്കയും ആഗോള വിപണികളിൽ നിന്നുള്ള ദുർബലമായ സൂചനകളുമാണ് ഈ വലിയ തകർച്ചയ്ക്ക് ഒരു പരിധിവരെ കാരണമായത്. ഇന്നത്തെ വിപണി തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഐ.ടി. സെക്ടറിലുണ്ടായ വൻ വീഴ്ചയാണ്. നിഫ്റ്റി ഐ.ടി. ഇൻഡെക്സ് ഇന്ന് ഏകദേശം 5%-ഓളമാണ് കൂപ്പുകുത്തിയത്. നമ്മുടെ പ്രമുഖ ഐ.ടി. കമ്പനികളായ TCS, ഇൻഫോസിസ്, HCL ടെക് എന്നിവരെല്ലാം ഇന്ന് ടോപ്പ് ലൂസേഴ്സിന്റെ പട്ടികയിലായിരുന്നു. ഈ തകർച്ചയുടെ പ്രധാന കാരണം AI മേഖലയിൽ നിന്നെത്തിയ ഒരു വാർത്തയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ പ്രമുഖ കമ്പനിയായ ആന്ത്രോപിക് ക്ലോഡ് കോഡ് AI ടൂളിൽ പുതിയ അപ്ഡേറ്റ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതോടെ ആഗോളതലത്തിൽ തന്നെ ഐ.ടി. സ്റ്റോക്കുകൾ ഇടിഞ്ഞിരുന്നു. ഇത് നമ്മുടെ ഐ.ടി. കമ്പനികളും ഇടിയാൻ കാരണമായി. AI സൃഷ്ടിക്കുന്ന ഈ ഡിസ്ട്രപ്ഷൻ ഐ.ടി. കമ്പനികളുടെ വരുമാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വരും നാളുകളിൽ കണ്ടറിയണം. അടുത്ത വാർത്ത ടെലികോം സെക്ടറിൽ നിന്നും ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് ചുവടുവെക്കുന്ന ഭാരതി എയർടെല്ലിനെ കുറിച്ചാണ്. ഡിജിറ്റൽ ലെൻഡിംഗ്, അതായത് ഓൺലൈൻ വഴി വായ്പകൾ നൽകുന്ന ബിസിനസ്സിലേക്ക് ശക്തമായി കടന്നുവരാൻ എയർടെൽ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായി തങ്ങളുടെ NBFC വിഭാഗത്തിന് 20,000 കോടി രൂപയുടെ വലിയൊരു ഫണ്ടാണ് അവർ മാറ്റിവെച്ചിരിക്കുന്നത്. തങ്ങളുടെ കോടിക്കണക്കിന് വരുന്ന ടെലികോം ഉപഭോക്താക്കളുടെ ഡാറ്റ ഉപയോഗിച്ച് വായ്പകൾ നൽകാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. നിലവിൽ വിപണിയിലുള്ള ജിയോ ഫിനാൻഷ്യൽ സർവീസസിനും ബജാജ് ഫിനാൻസിനും ഇത് വലിയൊരു വെല്ലുവിളിയാകും. എയർടെൽ ഓഹരി ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്ക് വളർച്ച നൽകുന്ന വളരെ പോസിറ്റീവായ ഒരു നീക്കമാണിത്. ഇനി ബാങ്കിംഗ് സെക്ടറിലേക്ക് വന്നാൽ IDFC ഫസ്റ്റ് ബാങ്ക് നിക്ഷേപകർക്ക് ഇന്നലെ വളരെ ആശങ്കയുണ്ടാക്കിയ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. ഹരിയാന സർക്കാരുമായി ബന്ധപ്പെട്ട് 590 കോടി രൂപയുടെ ഒരു തട്ടിപ്പ് നടന്നു എന്നായിരുന്നു വാർത്ത. എന്നാൽ ഇന്ന് ഈ വിഷയത്തിൽ വളരെ വലിയൊരു ആശ്വാസ വാർത്തയാണ് വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ട ഫണ്ടിൽ നിന്നും 556 കോടി രൂപയും അതിന്മേലുള്ള 18 കോടി രൂപ പലിശയും 24 മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചുപിടിച്ചതായി ഹരിയാന മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി IPO മാർക്കറ്റിലേക്ക് നോക്കാം. ലോകത്ത് തന്നെ പ്രമുഖ ബിയർ നിർമ്മാതാക്കളായ കാൾസ്ബർഗ് തങ്ങളുടെ ഇന്ത്യൻ യൂണിറ്റിന്റെ IPO കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ്. ഏകദേശം $700 മില്യൺ, അതായത് 5,800 കോടി രൂപ സമാഹരിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ പ്രൈമറി മാർക്കറ്റിൽ ഇപ്പോൾ വലിയ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഉയർന്ന വാല്യുവേഷൻ നേടിയെടുക്കാനാണ് ഇത്തരം മൾട്ടിനാഷണൽ കമ്പനികൾ ശ്രമിക്കുന്നത്. അവസാനമായി ഒരു ആഗോള ബിസിനസ് വാർത്ത കൂടി നോക്കാം. എന്റർടൈൻമെന്റ് ലോകത്ത് വലിയൊരു ഏറ്റെടുക്കൽ വാർത്ത കഴിഞ്ഞ കുറച്ചു നാളുകളായുണ്ട്. വാർണർ ബ്രോസ് ഡിസ്കവറിയെ ഏറ്റെടുക്കാൻ പാരാമൗണ്ട് ഓഫർ ചെയ്ത തുക ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നെറ്റ്ഫ്ലിക്സിന്റെ ആധിപത്യം തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ കൂറ്റൻ ലയനത്തിനിവർ ശ്രമിക്കുന്നത്. ആഗോള മീഡിയ സെക്ടറിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണിത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ ഇവയാണ്. ഇന്നത്തെ ഈ വലിയ തകർച്ചയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി.